ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. നിലവിൽ നമുക്ക് മെയിനായിട്ട് പറഞ്ഞാണ് കംപ്ലൈൻറ്റ് പെട്രോൾ ലീക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ഒരു കുതിപ്പ് എന്നുള്ള രീതിയിൽ പറഞ്ഞത്, അതായത് ഒരു ജർക്കിംഗ് ആയിട്ടാണ് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഫീൽ ചെയ്ത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ജർക്കിംഗ് കാണിക്കാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ക്ലച്ചിനകത്ത് വരുന്ന കംപ്ലൈൻ്റ് ആണ്. ആ ക്ലച്ച് ഷൂവിനകത്തേക്ക് ഈ സൈഡിൽ നിന്ന് ക്രാങ്കിൻ്റെ സൈഡിൽ ഓയിൽ ലീക്കായിട്ട് ഓൾറെഡി ഈ ക്ലച്ച് ഔട്ടറിൻ്റെ ഭാഗത്തേക്ക് ഓയിലിൻ്റെ നനവ് എത്തിയിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഭാഗത്തേക്കാണ് അതിൻ്റെ ഓയിലിൻ്റെ നനവ് വന്നപ്പോൾ ക്ലച്ച് കൃത്യമായിട്ട് പിടിക്കാണ്ട് വന്നൊരു കംപ്ലയിൻ്റ് ഉണ്ട്. പിന്നെ അതുകൂടാണ്ട് ഈ ക്ലച്ചിന് വരുന്ന ഈ വീലുകൾ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ സർവീസിൽ, അതായത് ജനുവരി മാസം 27-ാം തീയതി വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. അപ്പോൾ അന്ന് ക്ലച്ചിൻ്റെ ഈ ബാക്കിലത്തെ ഈ വീലുകൾ നമ്മൾ മാറ്റി റീസെറ്റ് ചെയ്തതാണ്. അപ്പോൾ എന്നാൽ പോലും നമ്മൾ കൂട്ടത്തിൽ നമ്മൾ റീസെറ്റ് ചെയ്ത് ഇപ്പോൾ അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. അന്ന് ഈ വീല് നമ്മൾ മാറ്റിയിട്ടില്ല. അന്ന് വീലുകളിൽ ശരിക്കും പറഞ്ഞാൽ അന്ന് അത്രയ്ക്കാണ് കംപ്ലൈൻറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുള്ള. ഇപ്പം നിലവിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്ലേ കാണിക്കുന്നുണ്ട്. റോളർ ഇത് ഉപയോഗിക്കാം. ഈ വന്ന വീലും ഈ പിന്നും മാറ്റി ബോസ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റും കൂടി മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ ഭാഗം ആ ജർക്കിങ്ങും മുഴക്ക സൗണ്ട് മാറിക്കോളും. പിന്നെ അന്ന് നമ്മൾ സെയിം ഇതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്ലച്ചിൻ്റെ ഭാഗം അഴിക്കുന്ന സമയത്ത് ഈ ബെൻഡെക്സിൻ്റെ ഇവിടെ ചെറിയതായിട്ട് റാങ്ക് അലൈൻമെൻറ്റ് പോയിട്ട് ടച്ച് ചെയ്യുന്ന കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ സൈഡിൽ ഓയിൽ ലീക്ക് വന്നത്. ഇപ്പോഴും നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ ആ ഭാഗത്ത് വീണ്ടും ഓയിൽ കംപ്ലൈൻ്റ് ആണ്, ഓയിൽ പോയേക്കാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ക്രാങ്കിൻ്റെയാണ് പ്രശ്നം കേട്ടോ. അത് നമ്മൾ എങ്ങനെ നോക്കി പുറമേ നിന്ന് ക്ലിയർ ചെയ്താലും കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് 2025 ജനുവരി മാസം നമ്മൾ ചെയ്തേക്കണേ. ഇപ്പോൾ ജൂൺ മാസമാണ്. ഏകദേശം നമുക്കൊരു 5 മാസത്തോളം ആയിട്ടുണ്ട്. ഏകദേശം ഒരു 4000 ചില കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുമുണ്ട് കേട്ടോ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ നമുക്ക് തൽക്കാലം വീണ്ടും അതിൻ്റെ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഓയിൽസീൽ മാറ്റിയിടാം. അത് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. ക്രാങ്കിൻ്റെ കംപ്ലയിൻ്റ് ആണ്. നമുക്ക് പുറമേ നിന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അത് അഴിച്ച് ക്ലിയർ ചെയ്താലാണ് അത് റെഡി ആവുള്ളൂ കേട്ടോ. ഇപ്പോൾ തൽക്കാലം നമുക്ക് അതിൻ്റെ ഈ വീല് ബോസ് ഡ്രൈവ് മാറ്റി ഈ ക്ലച്ചിൻ്റെ ഈ വീലുകളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ജർക്കിങ് ഒരു പരിധി വരെ നമുക്ക് സോൾവ് ചെയ്യാം. വീണ്ടും ഇതേപോലെ തന്നെ ഓയിൽ ലീക്കേജ് വരും. വീണ്ടും കുറേ കഴിയുമ്പോൾ ഈ കംപ്ലയിൻറ്റ് സെയിം തന്നെ കാണിക്കും. അതിൻ്റെ കാരണം ക്രാങ്ക് ആയതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് പുറമേ നിന്ന് ചെയ്യാവുന്നത്രേ ഉള്ളൂ. അതല്ലെങ്കിൽ ഫുള്ളായിട്ട് അഴിച്ചിട്ട് ക്രാങ്ക് അടക്കം മാറ്റി വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. അത് കുറച്ച് എക്സ്പെൻസ് വന്ന കേസാണ്. തൽക്കാലം നമുക്ക് ഈ രീതിയിൽ ക്ലിയർ ചെയ്ത് തരാം. പിന്നെ അന്ന് ജനറൽ സർവീസിന് വന്ന സമയത്ത് നമ്മൾ കാർബറേറ്റർ അഴിച്ചിട്ടില്ല. നമ്മളതിൻ്റെ വീഡിയോ ഞാൻ അയച്ചുതരാം, അതിൻ്റെ ലിങ്ക് അയച്ചുതരാം. കാർബറേറ്ററിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടില്ല. അന്ന് അങ്ങനെ വേറെ പറയത്തക്ക കംപ്ലയിൻറ്റ് നമുക്ക് ഉണ്ടായില്ല. അതുകൊണ്ടാണ് കാർബറേറ്റർ അഴിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ കാർബറേറ്ററിൻ്റെ ഭാഗം ഇപ്പോൾ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ കാർബറേറ്റർ ഓവർഫ്ലോൻ്റെ പ്രശ്നം കാണിച്ച് തുടങ്ങി കഴിഞ്ഞാൽ മാസ്റ്റർ എഡ്ജും ഹീറോൻ്റെ ഡ്യൂറ്റും ഈ 2 വണ്ടികളിലും കാർബറേറ്ററിൻ്റെ ഓവർഫ്ലോമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് കാണിച്ച് തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. പക്ഷേ നമുക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. ചിലപ്പോൾ ഒരു പക്ഷേ ഉള്ളതിനേക്കാളും കൂടുതൽ ഓവർഫ്ലോ ആയിട്ട് പെട്രോൾ ലീക്ക് ആയിരിക്കും കാണിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ കാർബറേറ്റർ അസംബ്ലി മാറ്റി വെക്കേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ നിലവിൽ ഞാനിപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. അതിന് ശേഷം അതിൻ്റെ കണ്ടീഷൻ പറയാം. അപ്പോൾ ഇപ്പോൾ മെയിനായിട്ട് നമുക്ക് പെട്രോൾ ലീക്കും അതേപോലെ തന്നെ ക്ലച്ചിനകത്ത് തന്നെ വൈബ്രേഷനുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ അത് മാത്രമാണ് നമ്മൾ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് വാട്സാപ്പിലേക്ക് ഇടാം. കഴിഞ്ഞ സർവീസിൻ്റെ ഡീറ്റെയിൽസും വാട്സാപ്പിൽ നമുക്ക് അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. അത് നോക്കി കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും കേട്ടോ.